സ്പിരിറ്റ് നിർമ്മാണശാല ഒരു തുള്ളി ഭൂഗർഭജലം പോലും എടുക്കില്ല. എം.ബി. രാജേഷ്. സ്പിരിറ്റ് നിർമ്മാണശാല പദ്ധതിക്ക് ഒരു തുള്ളി ഭൂഗർഭജലം പോലും എടുക്കില്ല എന്ന് മന്ത്രി എം.ബി. രാജേഷ്. പ്രതിപക്ഷം നുണപ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ആക്ഷേപമുന്നയിക്കാൻ ധൈര്യമുണ്ടായില്ല. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല എന്നും രമേശ് ചെന്നിത്തല ഉന്നയിച്ചതിന് മുഖ്യമന്ത്രി മറുപടി നൽകിയതിൽ തിരിച്ചൊന്നും ചോദിക്കാൻ പ്രതിപക്ഷത്തിനായില്ല എന്നും മന്ത്രി പറഞ്ഞു. ബ്രൂവറി വിവാദത്തിൽ കോൺഗ്രസിനെ മന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന കമ്പനി ഉടമ കർണാടകയിലെ മന്ത്രിയാണെന്ന് എം.ബി. രാജേഷ് ആരോപിച്ചു. കർണാടക യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ഈ കമ്പനിയുടെ ഡയറക്ടറാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലേക്ക് ദശലക്ഷക്കണക്കിന് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഈ കമ്പനിയുടെ പേര് ഹർഷ ഷുഗേഴ്സ് എന്നാണ്. ഈ കമ്പനിയുടെ ചെയർപേഴ്സൺ ലക്ഷ്മി ആർ ഹെബ്ബർക്കറാണ്. മഹിളാ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റായ ഇവർ കർണാടക വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. ഈ കമ്പനിയുടെ എം.ഡി. ചന്നരാജ് ഹട്ടിഹോളി കർണാടകയിലെ ഉപരിസഭയിലെ അംഗമാണ്. കമ്പനി ഡയറക്ടർ മൃണാൽ ഹെബ്ബൽക്കർ യൂത്ത് കോൺഗ്രസിന്റെ കർണാടക സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഈ കമ്പനിയാണ് നിലവിൽ കേരളത്തിലേക്ക് വൻതോതിൽ സ്പിരിറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ വി.ഡി. സതീശൻ മുതലുള്ള കോൺഗ്രസ് നേതാക്കളുടെ വേദനയ്ക്ക് കാരണം ഇതാണ്. സ്പിരിറ്റ് മാത്രമല്ല, കോൺഗ്രസിന് ആവശ്യമായ മറ്റ് കാര്യങ്ങളും ഈ വഴിയാണ് എത്തുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് വിഷമം കാണുമെന്നും മന്ത്രി എം.ബി. രാജേഷ് ആരോപിച്ചു. പ്ലാച്ചിമട സമരത്തിൽ സജീവമായി പങ്കെടുത്ത ആളാണ് താൻ. കോൺഗ്രസുകാർ സമരത്തിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ വന്നിരിക്കുകയാണ് അവർ. സമരത്തിൽ പങ്കെടുത്ത തങ്ങൾ മന്ത്രിമാരായിരിക്കുമ്പോൾ ആ സമരത്തിന്റെ സത്തയെ തകർക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാകില്ല. ഒരു തുള്ളി ഭൂഗർഭജലം ഊറ്റില്ല എന്ന ഉറപ്പിലാണ് പദ്ധതിക്ക് അനുമതി നൽകിയത്. ആവശ്യമായ ജലത്തിനായി മലമ്പുഴ ഡാമിനെയും മഴവെള്ളത്തെയുമാണ് പദ്ധതി ആശ്രയിക്കുക, മന്ത്രി വ്യക്തമാക്കി.